നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിൽ ഇഡി റെയ്ഡ് നടത്തിയതും തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന അക്രമവും കേരളം മുഴുവൻ ലൈവായി കണ്ടതാണ്. മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRലും തമ്മിൽ നടത്തിയ കോടികളുടെ മാസപ്പടി ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നല്ലോ മെയ് 27-ന് 8 മണിക്കൂറോളം നീണ്ട മിന്നൽ പരിശോധന ഇഡി അവിടെ നടത്തിയത്. ഹൈക്കോടതി നിയമപരമായി തടസ്സങ്ങൾ നീക്കിയതോടെയാണ് ഇഡി ഉദ്യോഗസ്ഥർ കൃത്യമായ തെളിവുകളോടെ റെയ്ഡിനിറങ്ങിയത്. എന്നാൽ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ വളഞ്ഞ് കല്ലുകളും ഇഷ്ടികകളും വടികളും ഉപയോഗിച്ച് ആക്രമിച്ച സഖാക്കളുടെ തനി നിറം ഇപ്പോൾ നിയമത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ കേസിൽ കടുത്ത നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. കേസിന്റെ ഗുരുതരാവസ്ഥയും അന്വേഷണത്തിന് പിന്നിലെ വലിയ ഗൂഢാലോചനയും കണക്കിലെടുത്ത് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ SIമാരെയും CBOമാരെയും ഉൾപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കുമ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യൽ നോട്ടീസ് ചെല്ലാൻ പോകുന്നത് CPMന്റെ അമരത്തിരിക്കുന്ന പ്രമുഖ നേതാക്കളുടെ കൈകളിലേക്കാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്, മുൻ മന്ത്രി V ശിവൻകുട്ടി എന്നിവർക്ക് അടുത്ത ആഴ്ച തന്നെ ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ആക്രമണം പെട്ടെന്നുണ്ടായ ജനരോഷമല്ല, മറിച്ച് അങ്ങേയറ്റം കൃത്യമായി പദ്ധതിയിട്ട് ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നുവെന്ന് അന്ന് ലൈവ് കണ്ട ഏത് സാധാരണക്കാരനും മനസ്സിലായതാണ്. റെയ്ഡ് നടക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് V ശിവൻകുട്ടി പ്രസ്താവന നടത്തിയത് വെറുതെയല്ല. അണികളെ തെരുവിലേക്കിറക്കി അന്തരീക്ഷം സംഘർഷഭരിതമാക്കാനും ഇഡി ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനും ഉന്നത തലത്തിൽ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. സാധാരണക്കാരായ അണികളെ മുൻനിർത്തി ആക്രമണം നടത്തിച്ച് നേതാക്കൾ സുരക്ഷിതരായിരിക്കാൻ നോക്കിയെങ്കിലും പോലീസ് ഇപ്പോൾ കൃത്യമായി സൈബർ ഫോറൻസിക് പരിശോധനകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആക്രമണം നടന്ന സമയത്തും അതിനു മുൻപും ഇവർ തമ്മിൽ നടന്ന ഫോൺ കോളുകളുടെ സകല വിവരങ്ങളും കേസിൽ നിർണായകമായേക്കും. യഥാർത്ഥത്തിൽ അന്ന് കല്ലെറിഞ്ഞ അണികളേക്കാൾ മുൻപേ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്നത് ഈ ആക്രമണത്തിന് ആഹ്വാനം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്ത ശിവൻകുട്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ആയിരുന്നു. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി എത്തുമ്പോൾ നിയമ സംവിധാനത്തെ കയ്യിലെടുക്കാൻ ശ്രമിച്ച ഇവർക്ക് ചട്ടങ്ങളും നിയമങ്ങളും പുല്ലാണെന്ന മനോഭാവമാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത്. മുൻപ് അധികാരത്തിലിരുന്നപ്പോൾ കാണിച്ച അതേ അഹങ്കാരവും ഗുണ്ടാ സെറ്റിൽമെന്റും ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും കാണിക്കാമെന്നാണ് CPM നേതാക്കൾ കരുതുന്നത്. ഒരു വശത്ത് മാസപ്പടി കേസിൽ മകൾ കുടുങ്ങുമെന്ന പേടിയും, മറുവശത്ത് അഴിമതി തെളിവുകൾ പുറത്തുവരുമെന്ന ഭയവും. ഇത് മറച്ചുവെക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ആക്രമണത്തിന്റെ അന്വേഷണം മുറുകുമ്പോൾ ഉത്തരമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. വരും ദിവസങ്ങളിൽ MV ഗോവിന്ദനും ശിവൻകുട്ടിയും പോലീസിന് മുന്നിൽ എന്ത് മറുപടി പറയുമെന്ന് കണ്ടറിയണം. നിയമത്തിൽ നിന്നും നീതിയിൽ നിന്നും ഒളിച്ചോടാൻ എത്ര ശ്രമിച്ചാലും ആത്യന്തികമായി സത്യം ജയിക്കുക തന്നെ ചെയ്യും.